കാർഷിക വാർത്തകൾ. ആഭ്യന്തര വിപണിയിൽ റബ്ബർ വില റെക്കോർഡ് ഉയരത്തിൽ. ആഗോള വിപണിയിലെ ക്ഷാമവും ഉൽപാദനക്കുറവും വില വർധനയ്ക്ക് കാരണമായി. ആഭ്യന്തര റബ്ബർ വില റെക്കോർഡിലെത്തി. ഇന്നലെ ഓപ്പൺ മാർക്കറ്റിൽ RSS4ന്റെ സ്പോട്ട് വില കിലോഗ്രാമിന് 269 രൂപയായി. കിലോഗ്രാമിന് 242 രൂപയുമായി ലാറ്റക്സ് പിന്നാലെയുണ്ട്. കോട്ടയം കൊച്ചി മാർക്കറ്റിൽ RSS4ന്റെ വില 268 രൂപയായി ഉയർന്നു. 2011 ഏപ്രിൽ 5 രേഖപ്പെടുത്തിയ 243 രൂപയായിരുന്നു ദീർഘകാലം RSS4 റബ്ബറിന്റെ ഏറ്റവും ഉയർന്ന വില. 2024 ഓഗസ്റ്റിൽ വില 247 രൂപയായിരുന്നു. ആ റെക്കോർഡ് എല്ലാം തിരുത്തിക്കുറിച്ചാണ് ആഭ്യന്തര റബ്ബർ വില 269 രൂപയിലെത്തിയത്. ബാങ്കോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ മാസം 300 രൂപ കടന്ന വില 7 രൂപ കുറഞ്ഞ് 292 രൂപ 74 പൈസയിലെത്തി. ബാങ്കോക്ക് വിപണിയിലെ വിലക്കയറ്റം പ്രധാന റബ്ബർ ഉൽപാദക രാജ്യങ്ങളായ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉൽപാദനക്കുറവ്, പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നത് തുടങ്ങിയ കാരണങ്ങളാലാണ് വില ഉയർന്നതിനു പിന്നിൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നാട്ടുവളപ്പുകളിൽ അലങ്കാരച്ചെടിയായി മാത്രം കണ്ടിരുന്ന നീല ശംഖുപുഷ്പം ഇനി ആഗോള കാർഷിക വിപണിയിലെ താരമാവുകയാണ്. ആരോഗ്യ പാനീയമായ ബ്ലൂ ടീയുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകത കണക്കിലെടുത്ത് സൗദി അറേബ്യ ഈ സസ്യത്തെ ഹൈ വാല്യൂ വിളയായി വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നാട്ടിൻപുറങ്ങളിലെ വേലികളിലും തൊടികളിലും പടർന്നു കിടക്കുന്ന നീല ശംഖുപുഷ്പം ഇനി സൗദി അറേബ്യയിൽ വൻ വരുമാനമുണ്ടാക്കുന്ന നവയുഗ വിളയാകും. ആഗോള ആരോഗ്യ ടൂറിസം വിപണിയിൽ വലിയ ഡിമാൻഡുള്ള ബ്ലൂ ടീ അഥവാ നീലച്ചായയുടെ കൃഷി വ്യാപകമാക്കാൻ സൗദിയിലെ ജിസാൻസ് മൗണ്ടൻസ് ഡെവലപ്മെന്റ് അതോറിറ്റി തീരുമാനിച്ചു. ക്ലിറ്റോറിയ ടെർനേറ്റിയ എന്ന ശാസ്ത്രീയ നാമമുള്ള ശംഖുപുഷ്പത്തെ ആസ്പദമാക്കി പൈലറ്റ് പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ജിസാൻ മലനിരകളിലെ അനുകൂല കാലാവസ്ഥ പ്രയോജനപ്പെടുത്തി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി വികസിപ്പിക്കാനാണ് ലക്ഷ്യം. കേരളത്തിലുൾപ്പെടെ ധാരാളമായി വളരുന്ന ഈ സസ്യത്തിന്റെ സാമ്പത്തിക സാധ്യതകൾ ഇതുവരെ വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതേസമയം സൗദി ഇതിനെ ഉയർന്ന മൂല്യമുള്ള കാർഷിക വിളയെ കണ്ട് പുതിയ അവസരങ്ങൾ തേടുകയാണ്. കഫീൻ രഹിതമായ ബ്ലൂ ടീ ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമാണ്. ശരീരഭാരം നിയന്ത്രിക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായമാണെന്ന പഠനങ്ങൾ ഇതിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നു. ചായയിൽ അല്പം നാരങ്ങാനീര് ചേർക്കുമ്പോൾ നീല നിറം വയലറ്റായി മാറുന്ന പ്രത്യേകതയും ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഘടകമാണ്. ആരോഗ്യ ഗുണങ്ങളും ആകർഷകമായ നിറവ്യത്യാസവും ചേർന്നതോടെ ബ്ലൂ ടീയുടെ ആഗോള വിപണി വേഗത്തിൽ വളരുകയാണ്. ഉണങ്ങിയ ശംഖുപുഷ്പ പൂക്കൾക്കും സത്തുൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വിപണിയിൽ ഇതിനകം തന്നെ മികച്ച വില ലഭിക്കുന്നുണ്ട്. അതിനാൽ ശംഖുപുഷ്പ കൃഷിയിൽ ഭാവിയിൽ കർഷകർക്ക് പുതിയ വരുമാന സ്രോതസ്സായി മാറുമെന്ന പ്രതീക്ഷ ശക്തമാകുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ലോങ്ങന് കേരളത്തിലും പ്രിയമേറുന്നു. കിലോയ്ക്ക് 300 മുതൽ 450 രൂപ വരെയാണ് വില. വിദേശ രാജ്യങ്ങളിൽ പ്രചാരത്തിലുള്ള ലോങ്ങൻ കേരളത്തിലും കൃഷി ചെയ്തു വരുന്നു. കേരളത്തിലെ സമതല പ്രദേശങ്ങളിലും ഹൈറേഞ്ചിലും നല്ല വിളവ് ലഭിക്കുന്ന പഴവർഗ്ഗ വിളയാണ് ലോങ്ങൻ. സ്വാഭാവിക സാഹചര്യത്തിൽ 10 മുതൽ 12 അടി വരെ ഉയരത്തിൽ വളരുന്ന നിത്യഹരിത വൃക്ഷമാണിത്. റംബൂട്ടാന്റെയും ലിച്ചിയുടെയും കുടുംബാംഗമായി ഇതിനെ കണക്കാക്കുന്നു. ലോങ്ങൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും കയറ്റുമതി ചെയ്യുന്നതും തായ്ലൻഡാണ്. നിലവിൽ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ലോങ്ങൻ പഴം ഇന്ത്യൻ വിപണിയിലും എത്തുന്നുണ്ട്. കിലോ 300 മുതൽ 450 രൂപ വരെ വിലയ്ക്കാണ് ഇന്ത്യൻ വിപണിയിൽ നിന്ന് ഉപഭോക്താക്കൾ ലോങ്ങൻ വാങ്ങുന്നത്. മികച്ച പോഷക ഗുണങ്ങളുള്ള പഴമാണിത്. അതിനാൽ തന്നെ ആവശ്യക്കാർ ഏറെയാണ്. വർഷത്തിൽ ഒന്നിലേറെ തവണ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമെന്ന മേന്മ പല ഇനങ്ങൾക്കുമുണ്ട്. പൊതുവിൽ ഫെബ്രുവരി മാർച്ച് മാസമാണ് പൂക്കാലം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.